ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂണോളം മുളക് പൊടിയും കുറച്ച് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂണോളം എണ്ണയും കൂടി, വെളിച്ചെണ്ണയാണ്, ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിനകത്തേക്ക് ചേർക്കുന്നത് നല്ല വലുപ്പമുള്ള വഴുതനങ്ങയാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. ഒരു മീഡിയം ടൈപ്പൊക്കെ ആണെങ്കിൽ 2 എടുക്കാം. ഒരുപാട് തിക്കായിട്ട് എടുക്കണ്ട, കാരണം കുറച്ച് അരിഞ്ഞിട്ട് തീരെ നൈസാക്കരുത്, ഒരു ഇത്തിരി തിക്നെസ്, ഈ ഒരു തിക്നെസ് വേണം. എന്നിട്ട് ഈ മസാല നന്നായിട്ട് അതിനകത്തേക്ക് പുരട്ടി ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരു സൈഡ് ആയി കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ടാം. ഒരുപാടങ്ങ് കരിയൊന്നും വേണ്ട, ഒരു മീഡിയം പരുവത്തിൽ കേട്ടോ. എന്നാൽ നന്നായി റോസ്റ്റ് ആവുകയും വേണം, ആ ഒരു പരുവത്തിൽ വേണം ചെയ്തെടുക്കാനും. ഇതിങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു സൈഡൊന്ന് ആയി വരട്ടെ, അതിനുശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒരുപാടങ്ങ് ഹൈ ഫ്ലെയിമിലൊന്നും വയ്ക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് പതുക്കെ ഒന്ന് മറിച്ചിടാം. അപ്പോൾ ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട്, നമുക്ക് മറിച്ചിട്ട് പതുക്കെ ഓരോന്നായിട്ട് നമുക്ക് മറിച്ചിട്ടെടുത്താൽ മതി. ഓരോന്നായിട്ട് മറിച്ചെടുക്കുക കേട്ടോ. ഒരുപാടങ്ങ് ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത് കേട്ടോ. ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ മസാല കരിഞ്ഞു പോവും, അപ്പോൾ ആ ഒരു ടേസ്റ്റ് മാറിപ്പോവും. അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ചെയ്യുക കേട്ടോ. ഹൈ ഫ്ലെയിമിലായി കഴിഞ്ഞാൽ ആ ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും. എല്ലാം ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ സൈഡും കൂടെ ആയി കഴിയുമ്പോൾ നമുക്ക് എടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്, നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഏകദേശം 2 സൈഡും ആയിട്ടുണ്ട്. നമുക്ക് കുറേശ്ശെ അതെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. ആ വഴുതനങ്ങ മാത്രം നമുക്കതുപോലെ എടുത്തിട്ട് മാറ്റി വയ്ക്കാം. നല്ല പോലെ ഡീപ്പ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാനിതുപോലെ മാറ്റി വെച്ചു. ഇനി നമുക്ക് ഏതെങ്കിലും കുറച്ച് ഒരു പരന്ന പാത്രം എടുക്കാം. അതിനകത്തേക്ക് ഇത് ഓരോന്നായിട്ട് ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. ഒരുപാട് അങ്ങനെ ഐസാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രൈ ആകുമ്പോൾ അങ്ങ് ഉടഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 1/2 ലിറ്ററോളം തൈര് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഒരു പൊട്ട് പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. തൈര് ചേർത്ത കറികൾക്ക് എപ്പോഴും ഒരു ഇത്തിരി പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക സ്വാദാണ്. ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം, ഇഷ്ടമുണ്ട് ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ. അല്ലെങ്കിൽ ഉപ്പ് മാത്രം ചേർത്ത് ഇളക്കിയാൽ മതി. അപ്പോൾ അതങ്ങനെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു പാത്രം വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകിട്ടൊന്ന് പൊട്ടിച്ചു. കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു 5-6 ചെറിയുള്ളി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. നന്നായി മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ചൂടിൽ തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ തൈരിലേക്ക് താളിച്ച് കൊടുക്കാം. ഫ്ലെയിം ഓൺ ആക്കിയിരിക്കുമ്പോൾ മുളക് പൊടി ചേർക്കരുത്, കാരണം കരിഞ്ഞു പോവും, ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ കാണാനും നല്ലൊരു ഭംഗിയാണ്, നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും സ്വല്പം എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുളക് പൊടി ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മുടെ തൈരിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയിലയൊക്കെ ഓപ്ഷണലാണ്, ചേർത്താലും ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഉടഞ്ഞു പോവാതെ പതുക്കെ കുറച്ച് വീതിയുള്ള ഒരു തവി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ വഴുതനങ്ങയുടെ പീസസ് ഉടയരുത്, അത് അങ്ങനെ തന്നെ ഉണ്ടാവണം കേട്ടോ. ആ ഒരു രീതിയിൽ വേണം ഇതിനെ മിക്സ് ചെയ്തെടുക്കാൻ. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, പീസസ് ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല. അപ്പോൾ നമ്മൾ കറിയിലെടുക്കുമ്പോൾ ഇതുപോലെ പീസും കുറച്ച് തൈരും കൂടി ഇങ്ങനെ എടുക്കുക കേട്ടോ. പഞ്ചസാര ഓപ്ഷണലാണ്, എന്നാലും പഞ്ചസാര ചേർത്ത് കൊടുത്താൽ പ്രത്യേക സ്വാദാണ്. ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും എപ്പോഴും തൈര് ചേർത്ത കറികൾക്ക് കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി വലിയ പടവലങ്ങയാണെങ്കിൽ അരമുറി എടുക്കാം. നമുക്ക് ചെറിയ സൈസ് പടവലങ്ങ കിട്ടുമല്ലോ, അങ്ങനെയുള്ളതാണെങ്കിൽ ഒരെണ്ണം എടുക്കാം. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിയൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. എന്നിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം, നല്ല ചെറുതായിട്ട്. എത്രത്തോളം ചെറുതാക്കാവോ അത്രത്തോളം ചെറുതാക്കി എടുക്കുക. ഒരു സവാളയും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് എണ്ണ ഒഴിച്ച് നമ്മൾ അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. ഒരു മീഡിയം ടൈപ്പ് സവാളയും ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം.
പടവലങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. പടവലങ്ങ ഇഷ്ടപ്പെടാത്തവർക്ക് കൂടി കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഒരു 1-1.5 സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചൊന്ന് തളിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടൊന്ന് ഒതുക്കി വെച്ച് അടച്ച് വെച്ച് കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ജസ്റ്റ് ഒന്ന് തളിച്ച് കൊടുക്കുക ചെയ്യാവൂ കേട്ടോ. 1-1.5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാവൂ. എന്നിട്ട് ഞാനൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ഇനി ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി പടവലങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഒന്നുകൂടെ ഇളക്കി അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ നമ്മുടെ പടവലങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അടപ്പൊന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഇതിനായിട്ട് ഒരു പിടിയോളം തേങ്ങ എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകമാണ്. എന്നിട്ട് 2-3 ചെറിയ ഉള്ളിയും അത്യാവശ്യം വലിപ്പമുള്ള ഒരു വെളുത്തുള്ളിയും, ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ വേണമെങ്കിൽ 2 ചേർക്കാം. ഇതും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് മോഡിൽ കറക്കിയെടുത്ത് നമ്മുടെ പടവലങ്ങയും വെള്ളമൊക്കെ വറ്റി വെന്ത് വരുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ തേങ്ങ പീസസ് ആക്കി കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് പൾസ് മോഡിൽ കറക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ചിരകാനുള്ള മടിക്ക് ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ജാറിൽ കുറച്ച് ഇങ്ങനെ അരഞ്ഞ പോലെ തോന്നിയത് കേട്ടോ. പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പീസാക്കിയിട്ട് ഒന്ന് പൾസ് മോഡിൽ കറക്കിയെടുക്കും. അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒതുക്കി ഫ്ലെയിം കുറച്ച് 1 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ആ തേങ്ങയുടെയും ജീരകത്തിൻ്റെയൊക്കെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറട്ടെ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് സ്പേസ് ആക്കി എടുക്കുക. ഫ്ലെയിം കുറച്ച് വയ്ക്കുക. എന്നിട്ട് ഒരു ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളിതിനകത്തേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഇളക്കണ്ട, ഒരിത്തിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇളക്കണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. ഏകദേശം ഒന്ന് വെന്ത് തുടങ്ങുമ്പോൾ ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വേവുന്നതിനനുസരിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം അതെല്ലാം കൂടെ ഒരുമിച്ച് യോജിപ്പിക്കാൻ. ആദ്യം മുട്ട മാത്രം പതുക്കെ ചിക്കി കൊടുക്കണം. അത്യാവശ്യം നന്നായി വെന്ത് കഴിയുമ്പോൾ വേണം അതെല്ലാം കൂടി ജോയിൻ ചെയ്യാൻ. ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ പടവലങ്ങയും മുട്ടയും കൊണ്ടുള്ള നമ്മുടെ തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ചോറ് വിളമ്പിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മുടെ തൈരും വഴുതനങ്ങയായിട്ടുള്ള കറി, അതുപോലെ തന്നെ പടവലങ്ങയും മുട്ടയും തോരൻ, കുറച്ച് അച്ചാറും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ഒന്ന് ഹൈപ്പ് ചെയ്തിരിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഹൈപ്പ് ഓപ്ഷൻ വരും. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.